അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ജന്നത്തുൽ ബഖയിലല്ല മറവ് ചെയ്തിട്ടുള്ളത്. ജന്നത്തുൽ ബഖയിലല്ല ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ മറവ് ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങൾക്കറിയുമോ? പരിശുദ്ധമായ ഉംറ നിർവഹിക്കാൻ വേണ്ടി, ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടിയൊക്കെ മക്കയിൽ പോയിട്ട് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീന സന്ദർശിക്കാറുള്ളവരും സലാം പറയാറുള്ളവരും അതിനാഗ്രഹിക്കുന്നവരുമാണ് നമ്മളെല്ലാവരും. അങ്ങനെ മദീനയിൽ പോയതിനു ശേഷം തൊട്ടടുത്തുള്ള ജന്നത്തുൽ ബഖയിലേക്കും നമ്മൾ സിയാറത്തിന് വേണ്ടി പോവാറുണ്ട്. സുബഹയ്ക്ക് ശേഷവും അസറിന് ശേഷവും തുറക്കപ്പെടുന്ന പരിശുദ്ധമായ ജന്നത്തുൽ ബഖയിലേക്ക് കടന്നു കയറി അങ്ങോട്ട് ചെന്ന് സലാം പറയാൻ വേണ്ടി വളരെ തിരക്ക് കൂട്ടുന്ന പതിവ് നമുക്കുണ്ട്. അവിടെ ഗേറ്റ് അങ്ങോട്ട് കടന്നു ചെന്നാൽ പരിശുദ്ധരാകുന്ന ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കള്, കുടുംബങ്ങൾ, സ്വഹാബികൾ, ഇമാമീങ്ങളും ഒക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ മഖബറയാണ് ജന്നത്തുൽ ബഖീ. ധാരാളം ആളുകൾ, സ്വഹാബികൾ, ആലിമീങ്ങൾ നമ്മുടെ കേരളക്കരയിൽ നിന്നും മരണപ്പെട്ടു പോയ അവിടെ ചെന്ന് മദീനയിൽ ചെന്ന് സിയാറത്തിന് ചെല്ലുമ്പോ മരിക്കുന്ന ആളുകളും അങ്ങനെ ഒരുപാട് ആളുകൾ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അതിന്റെ ഏറ്റവും അറ്റത്ത് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു മധ്യഭാഗത്തായിട്ടാണ് ഇന്നൊക്കെ ഉള്ളത്. അവിടെയാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർസ്ഥാനമുള്ളത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർസ്ഥാനം ജന്നത്തുൽ ബഖയിലാണെങ്കിലും ജന്നത്തുൽ ബഖയിലല്ല ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ മറവ് ചെയ്തിരുന്നത് എന്ന വസ്തുത ഞാൻ പറഞ്ഞു തരുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, ഇസ്ലാമിന്റെ ഖലീഫമാരിൽ നിന്ന് അൽ ഖുലഫാ റാഷിദൂൻ എന്ന പേര് സിദ്ധിച്ച 4 ഖലീഫമാരിൽ നിന്ന് മൂന്നാമതായി കൊണ്ട് ഭരണം നടത്തിയിരുന്ന ഭരണാധികാരിയാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കപ്പെടുകയാണ് ഉണ്ടായത്. മുസ്ലിമീങ്ങൾക്കിടയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വരികയാണ് ഉണ്ടായത്. സ്വന്തം വീട്ടിലെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് എന്ന് ചരിത്രത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ ചരിത്രത്തിലേക്ക് വരാം, അപ്പോൾ അത് വിശദമായിട്ട് പറയാം ഇൻഷാ അല്ലാഹ്. ഹിജ്റ 35 വർഷം, അതായത് ക്രിസ്താബ്ദം 656 ഒരു സംഘം ആളുകൾ ബസറ, ഊഫ, മിസ്ർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ സംഘടിച്ചുകൊണ്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ നാട്ടിലേക്ക് വരികയാണ്. അവർ വരുന്നത് ദുൽഹജ്ജ് മാസത്തിൽ ഹജ്ജ് ചെയ്യാനാണെന്ന വ്യാജേന അവർ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചില ഭരണകാര്യങ്ങളിൽ തൃപ്തിപ്പെടാത്തത് കാരണം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുമായി കൊണ്ട് ഏറ്റുമുട്ടണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ വധിച്ചു കളയണം, അല്ലെങ്കിൽ അപായപ്പെടുത്തണം എന്നൊക്കെ ഉദ്ദേശിച്ചുള്ള വരവായിരുന്നു അവരുടേത്. അങ്ങനെ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുമായി കൊണ്ട് അവർ സംഭാഷണം നടത്തുകയാണ്. അവരുടെ നാടുകളിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നിയോഗിച്ച ഖലീഫുമാരിൽ അവർക്ക് വിശ്വാസമില്ലെന്നും അവരെ സ്വീകാര്യമല്ലെന്നും പറഞ്ഞുകൊണ്ട് അവരെ ഒഴിവാക്കാൻ വേണ്ടി അതുപോലെയുള്ള കുറെ കാര്യങ്ങൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുമായി കൊണ്ട് അവർ സംസാരിച്ചു, ചർച്ച നടത്തി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചു കൊടുക്കുകയാണ്. അവർ ആവശ്യപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഉസ്മാൻ റളിയല്ലാഹു അൻഹു അംഗീകരിച്ചു കൊടുത്തു. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അംഗീകരിച്ചപ്പോൾ അവർ മദീന വിട്ടുകൊണ്ട് പോവുകയാണ്. മദീന വിട്ടു പോകുന്ന അവർക്ക് വഴിമധ്യ വെച്ചുകൊണ്ട് മിസ്ർ എന്ന് പറയുന്ന വിഭാഗത്തിന്, അല്ലെങ്കിൽ മിസ്റിൽ നിന്ന് വന്ന വിഭാഗത്തിന് ഒരു കത്ത് ലഭിക്കുകയാണ്. ആ കത്തിൽ അവർ എഴുതിയിരുന്നു, ഈ കത്തുമായി കൊണ്ടുവരുന്ന ഈ കലാപകാരികളെ കൊന്നുകളയണമെന്ന് ഗവർണർക്കുള്ള എഴുത്തായിട്ടാണ് അവർക്ക് ലഭിച്ചത്. മിസ്റിലെ ഗവർണർക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹു എഴുതിയതായി കൊണ്ടാണ് കത്തിന്റെ ഉള്ളടക്കം. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് ആ കത്തെഴുതിയത് എന്ന് വിചാരിച്ചുകൊണ്ട് അവർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അതിന് പകരം ചോദിക്കാൻ വേണ്ടി മദീനയിലേക്ക് തന്നെ തിരിച്ചു പോരുന്നു. അങ്ങനെ മദീനയിൽ വന്നുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട് 40 ദിവസത്തോളം ശത്രുക്കൾ വളഞ്ഞു എന്ന് ചരിത്രത്തിൽ കാണാം. 40 ദിവസത്തോളം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ഭക്ഷണമോ വെള്ളമോ കൊടുക്കാതെ വീട് വളഞ്ഞുകൊണ്ട് അവർ നിന്നു. 40ാമത്തെ ദിവസം, ഒരു വെള്ളിയാഴ്ച ദിവസം, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട് ആക്രമിച്ച് കയറിക്കൊണ്ട് അവർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുത്തി കൊലപ്പെടുത്തുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഷഹീദാവുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് അവർ ചെന്നപ്പോൾ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സൂറത്തുൽ ബഖറയിലെ 137ാമത്തെ ആയത്തിലെ ഫസയക്ഫീകഹുമുല്ലാഹ് എന്ന ആയത്ത് ഇങ്ങനെ ഓതിയിട്ട് ആ ആയത്തിന്റെ ആ ഭാഗം ഇങ്ങനെ തുറന്നു വെച്ചപ്പോ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വെട്ടുകൊണ്ട് മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ രക്തം
ആ ഭാഗത്തേക്ക് തെറിച്ചു വീണു എന്ന് ചരിത്രങ്ങളിൽ നോക്കിയാൽ കാണാം. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലേക്ക് രക്തം തെറിച്ചു വീഴുകയാണ്. ഫസയക്ഫീകഹുമുല്ലാഹ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് വീണു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു. വെള്ളിയാഴ്ച രാവിലെ വധിക്കപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ജന്നത്തുൽ ബഖീൽ കൊണ്ടുപോയി മറവ് ചെയ്യാൻ വേണ്ടി കൊണ്ട് സ്വഹാബികൾ ശ്രമിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു ഉണ്ട്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. അവരൊക്കെ ശ്രമിച്ചിട്ടും അതിന്റെ കലാപകാരികൾ ജന്നത്തുൽ ബഖീൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം മറവ് ചെയ്യാൻ അനുവദിക്കുന്നില്ല. അങ്ങനെ ജന്നത്തുൽ ബഖീൽ മറവ് ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ രാത്രിക്ക് ഇശാ നമസ്കാരത്തിന്റെ സമയം കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ മഗ്‌രിബിയുടെ ശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ കൊണ്ടുപോയിട്ട് അപ്പുറത്തുള്ള ഹാഷ് കൗക്കബ് എന്ന് പറയുന്ന സ്ഥലത്ത് മഗ്‌രിബിക്ക് ശേഷം അല്ലെങ്കിൽ ഇശാഇന് ശേഷമായി കൊണ്ട് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭൗതിക ശരീരം, ആ ഷഹീദായി കിടക്കുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം പരിശുദ്ധരാകുന്ന ഉമ്മഹാത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹദിയാകുന്ന ഫാത്തിമ ബീവി അന്ത്യവിശ്രമം കൊള്ളുന്ന, അങ്ങനെ അതുപോലെ ഒരുപാട് സ്വഹാബികൾ അന്ത്യവിശ്രമം കൊണ്ടിരുന്ന ആ പരിശുദ്ധമായ ജന്നത്തുൽ ബഖീൽ മറവ് ചെയ്യാൻ കലാപകാരികൾ അയക്കാതെ വന്നപ്പോൾ, അവർ സമ്മതിക്കാതെ വന്നപ്പോൾ മഹാനായ അലി റളിയല്ലാഹു അൻഹും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും എല്ലാം മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം തൊട്ടപ്പുറത്തുള്ള ഹഷ് കൗക്കബ് എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് മറവ് ചെയ്യുകയാണ്. അതൊരു തോട്ടമായിരുന്നു. ആ തോട്ടത്തിലൂടെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നടക്കുമ്പോ മഹാൻ അവർകൾ പറയുമായിരുന്നത്രേ, ഇവിടെ ഒരു സാലിഹിന്റെ ഖബർ വരാൻ പോകുന്നുണ്ട്, ഇവിടെ ഒരു സ്വാലിഹായ മനുഷ്യന്റെ ഖബർ വരാൻ പോകുന്നുണ്ടെന്ന് ആ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. എത്രേ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് ജന്നത്തുൽ ബഖീലല്ല ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ കൊണ്ടുപോയി മറവ് ചെയ്തത്. അതിന്റെ അപ്പുറത്തുള്ള ഹഷ് കൗക്കബ് എന്ന് പറയുന്ന സ്ഥലത്താണ് മറവ് ചെയ്തത്. എന്നാൽ ഇന്ന് സിയാറത്തിന് ചെല്ലുമ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിടം ജന്നത്തുൽ ബഖീൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. അതെങ്ങനെയാണ് ഉണ്ടായത്? മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ജന്നത്തുൽ ബഖീൽ അങ്ങോട്ട് വിശാലമാക്കിയപ്പോൾ ഹഷ് കൗക്കബ് എന്ന് പറയുന്ന ജന്നത്തുൽ ബഖീലിന്റെ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന സ്ഥലവും ഇതിലേക്ക് ചേർക്കപ്പെടുകയാണ്. അങ്ങനെ ചേർക്കപ്പെട്ടപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിടവും ജന്നത്തുൽ ബഖീലിന്റെ ഉള്ളിൽ വന്നു. അങ്ങനെയാണ് ഇന്ന് കാണുന്ന ജന്നത്തുൽ ബഖീലിന്റെ ഉള്ളിൽ ഏകദേശം മധ്യഭാഗത്തായി കൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിടം നമ്മൾ കാണുന്നത്. ജന്നത്തുൽ ബഖീലിന്റെ കവാടങ്ങൾ അങ്ങോട്ട് കടന്നു പോയി കഴിഞ്ഞാൽ വിശാലമായ നടത്തപാതയിലൂടെ ഇങ്ങനെ നടക്കുമ്പോ ദൂരെ കാണുന്ന മക്ബറയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറ. ആദ്യ കാലങ്ങളിൽ അതിനിങ്ങനെ ചുറ്റിയിട്ട് അതിന്റെ അടുത്ത് കൂടെ ഇങ്ങനെ പോരും. അപ്പുറത്തെ വഴിയിലൂടെ നടപ്പാതയിലൂടെ വന്ന് ഗേറ്റിലൂടെ വീണ്ടും പുറത്തേക്ക് പോകുന്ന സമ്പ്രദായമായിരുന്നു. ഇന്ന് പലപ്പോഴും അവിടേക്ക് പോവാൻ അനുവദിക്കുന്നില്ല. അതുപോലെ തന്നെ അവിടെ നിന്ന് നീണ്ടു പോകുന്ന വഴിയിലൂടെ വീണ്ടും പോയിക്കൊണ്ട് ചുറ്റിക്കറങ്ങി വരേണ്ട അവസ്ഥയും പലപ്പോഴും ഉണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകുകയാണെങ്കിൽ നമുക്കെല്ലാം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധമായ മഖ്ബറ സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് ലഭിക്കുമാറാവട്ടെ. അവിടെ പോയി സലാം പറയാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. നിങ്ങൾക്ക് ഉപകാരമായി എങ്കിൽ എങ്ങനെയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ ജന്നത്തുൽ ബഖീലിനുള്ളിലായതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണേ. അതുപോലെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മറ്റൊരു വീഡിയോയുമായി കൊണ്ട് ഞാൻ വരാം. അതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി ദുആകളിലൊക്കെ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.